കുറ്റിച്ചിറ സ്കൂള്. അങ്ങനെ എത്ര സ്കൂളുകൾ ഈ കേരളത്തിൽ ഈ കുറ്റിച്ചിറയുടെ വാർഡിനകത്തുണ്ട്. ഈ വാർഡിലെ സ്കൂളുകളിൽ PM ശ്രീ എന്ന് പറഞ്ഞ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നവരാണ് അപ്പുറത്തുള്ള ആളുകൾ എന്നുള്ളത് തിരിച്ചറിയണം. ആ മനുഷ്യർ ഈ കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നവരാണ്. എത്ര കേസുകളാണുള്ളതല്ലേ? നിങ്ങൾ പറയൂ, എത്ര കേസുകൾ? എല്ലാം എവിടെ പോയി? സ്വർണ്ണ കള്ളക്കടത്ത് എന്നുള്ള കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെ പോയി ആ കേസ്? ഒന്ന് പറഞ്ഞു തരൂ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഒരു കേസ് ഉണ്ടല്ലോ, എവിടെ പോയി ആ കേസ്? ഒന്ന് പറഞ്ഞു തരൂ. എവിടെയാണ് ആ കേസ് ഉള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ ആ കേസ് ചർച്ചയായോ? നിങ്ങൾ പറയണം, ചർച്ചയായോ ആ കേസ്? ഇല്ല. എന്തുകൊണ്ടില്ല? നിങ്ങൾ പരിശോധിക്കൂ. ഈ കുറ്റിച്ചിറയുടെ ഈ വട്ടത്തിലുള്ള മനുഷ്യന്മാരില്ലേ, ഈ മനുഷ്യന്മാരിൽ പലരും നമ്മുടെ നാട്ടിൽ NRC CAA വിരുദ്ധ സമരത്തിനെതിരെ ബീച്ചിലേക്ക്, ഷഹീൻബാഗിലേക്ക് നടന്നവരാണ്. അല്ലേ? നിങ്ങളുടെ കാലുകൾ ഈ നാട്ടിലെ പൗരത്വ നിയമത്തിനെതിരെ BJP കൊണ്ടുവന്ന, നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരെ ബീച്ചിലേക്ക്, ഷഹീൻബാഗിലേക്ക് നടന്ന കാലുകളല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലേ? ആണോ? ഉറക്കെ പറയൂ. നിങ്ങളുടെ തീരുമാനം എന്താണ്? പൗരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കണം, അതല്ല ഞങ്ങളുടെ തീരുമാനമെന്ന് പ്രഖ്യാപിച്ചവരാണ് ഈ കുറ്റിച്ചിറക്കാർ. അല്ലേ? നിങ്ങൾ പറയണം, കുറ്റിച്ചിറയിലെ ഒരു ഉമ്മയും ഒരു മകളും ഒരു കുഞ്ഞും ഈ നാട്ടിലുള്ള ഒരു മനുഷ്യനും പൗരത്വ നിയമം അത് അറബിക്കടലിലാണ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യന്മാരാണ്. അല്ലേ? ആ നമ്മളുടെ മുമ്പിൽ ഈ കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കെതിരെ കേസെടുക്കില്ല എന്ന്. ഞാൻ ഉൾപ്പെടെയുള്ള ആ